ഹായ് എവരി വൺ. സെഗ്മെൻറ്റേഷൻ എന്ന ടോപ്പിക്കാണ് ഞാൻ പറയാൻ പോണത്. സെഗ്മെൻറ്റേഷൻ നമ്മൾ കഴിഞ്ഞ തവണ പഠിച്ചൊരു കാര്യം തന്നെയാണ്. അപ്പം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ സെഗ്മെൻറ്റേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. In operating system, segmentation is a memory management technique in which the memory is divided into the variable size parts. Each part is known as segment, which can be allocated to a process. The details about each segments are stored in a table called segment table. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ സെഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരു മെമ്മറി മാനേജ്മെൻറ്റ് ടെക്നിക്കാണ്. മെമ്മറി മാനേജ്മെൻറ്റ് ടെക്നിക്കിനാണ് നമ്മൾ സെഗ്മെൻറ്റേഷൻ എന്ന് പറയാം. ഇത് മെമ്മറീനെ വേരിയസ് സൈസിലുള്ള പാർട്സ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യും. ഓരോരോ പാർട്സ് ആക്കി നമ്മൾ മെമ്മറിനെ ഡിവൈഡ് ചെയ്യും. ആ ടെക്നിക്കിന് പറയുന്ന പേരാണ് സെഗ്മെൻറ്റേഷൻ. അപ്പം ഡിവൈഡ് ചെയ്തിട്ടുള്ള ഓരോ പാർട്സിനെ നമ്മൾ സെഗ്മെൻ്റ് എന്നാണ് പറയുന്നത്. ഈച്ച് പാർട്ട് ഇസ് നോൺ ആസ് സെഗ്മെൻറ്റ് വിച്ച് ക്യാൻ ബി അലോക്കേറ്റഡ് ടു എ പ്രോസസ്. അപ്പം നമ്മൾ പറഞ്ഞ് ഓരോരോ പാർട്സും സെഗ്മെൻ്റ് എന്നാണ് പറയുക. ഈ സെഗ്മെൻറ്റിൻ്റെ ഈ ഓരോ പാർട്സിൻ്റെ ഡീറ്റെയിൽസ് നമ്മളൊരു ടേബിളിലേക്കാണ് സ്റ്റോർ ചെയ്ത് വെക്കുക. ആ ടേബിളിനെ പറയുന്ന പേരാണ് സെഗ്മെൻറ്റ് ടേബിൾ. ദ ഡീറ്റെയിൽസ് അബൌട്ട് ഈ സെഗ്മെൻറ്റ്സ് ആർ സ്റ്റോർഡ് ഇൻ എ ടേബിൾ കോൾഡ് സെഗ്മെൻറ്റ് ടേബിൾ. സെഗ്മെൻറ്റ് ടേബിളിലേക്കാണ് നമ്മൾ ഒരു സെഗ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് മുഴുവൻ സ്റ്റോർ ചെയ്ത് വെക്കുക. ഇനി ഡ്യൂറിങ് സെഗ്മെൻറ്റേഷൻ എ ലോജിക്കൽ അഡ്രസ് ഇസ് ഡിവൈഡഡ് ഇൻ ടു സെഗ്മെൻറ്റ് നമ്പർ ആൻഡ് സെഗ്മെൻറ്റ് ഓഫ്സെറ്റ്. ഇപ്പം സെഗ്മെൻറ്റേഷൻ്റെ സമയത്ത് ലോജിക്കൽ അഡ്രസ്സ് സെഗ്മെൻറ്റ് നമ്പർ ആൻഡ് സെഗ്മെൻറ്റ് ഓഫ്സെറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. സെഗ്മെൻറ്റ് നമ്പർ മീൻസ് ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് ബിറ്റ്സ് റിക്വയർഡ് ടു റെപ്രസെൻറ്റ് ദ സെഗ്മെൻറ്റ്. ഒരു സെഗ്മെൻറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന നമ്പർ ഓഫ് ബിറ്റ്സിനാണ് സെഗ്മെൻറ്റ് നമ്പർ എന്ന് പറയാം. സെഗ്മെൻറ്റ് ഓഫ്സെറ്റ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ബിറ്റ്സ് റിക്വയർഡ് ടു റെപ്രസെൻറ്റ് ദ സൈസ് ഓഫ് ദ സെഗ്മെൻറ്റ്. സെഗ്മെൻറ്റിൻ്റെ സൈസിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി റിക്വയർ ചെയ്യുന്ന നമ്പർ ഓഫ് ബിറ്റ്സിനാണ് സെഗ്മെൻറ്റ് ഓഫ്സെറ്റ് എന്ന് പറയാം. അപ്പോൾ അത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, വൈ സെഗ്മെൻറ്റേഷൻ ഈസ് റിക്വയർഡ്. സെഗ്മെൻറ്റേഷൻ നമുക്ക് റിക്വയർഡ് ആണോ? എന്തിനാണ് സെഗ്മെൻറ്റേഷൻ നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ളത് എന്നൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് എന്താന്ന് നോക്കാം. Till now, we are using paging as a main memory management technique. Paging is more close to operating system rather than the user. It divides all the process into the form of pages regardless of the fact that a process can have some relative functions or relative parts of functions which are needed to load in the same page. അപ്പം പേജിങ് എന്താണെന്ന് നമ്മൾ മുമ്പേ പഠിച്ചൊരു കാര്യം തന്നെയാണ്. പേജിങ് എന്ന് പറഞ്ഞാൽ ഒരു മെയിൻ മെമ്മറി മാനേജ്മെൻറ്റ് ടെക്നിക്ക് തന്നെയാണ്. സെഗ്മെൻറ്റേഷൻ പോലെ തന്നെ ഒരു മെമ്മറി മാനേജ്മെൻറ്റ് ടെക്നിക്കാണ് പേജിങ്ങും. പേജിങ്ങിൻ്റെ കേസിൽ പ്രോസസ്സിനെ ഡിഫറെൻറ്റ് പേജസ് ആയിട്ട് ഡിഫറെൻറ്റ് ടൈപ്സിലുള്ള ഡിഫറെൻറ്റ് പേജസ് ആയിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുക. അതിനാണ് നമ്മൾ പേജിങ് എന്ന് പറയുക. അപ്പോൾ പേജിങ്ങിൻ്റെ കേസിൽ പ്രോസസ്സിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് സെയിം ടൈപ്പ് ഓഫ് ഫങ്ഷൻസ് ഉണ്ടാവും. സെയിം പേജിൽ ലോഡ് ചെയ്യേണ്ട സെയിം ഫങ്ഷൻസ് ആയിരിക്കും, സെയിം ടൈപ്പ് ഓഫ് ഫങ്ഷൻസിനായിരിക്കും. പക്ഷെ അതൊക്കെ ഡിഫറെൻറ്റ് പേജസിലായിരിക്കും അത് ലോഡ് ചെയ്തിട്ടുണ്ടാവുക. പിന്നെ മെമ്മറിയിലേക്ക് സെയിം ടൈമിൽ ലോഡ് ചെയ്യേണ്ട ഒരുപാട് പേജസ് ഉണ്ടാവും. അതും നമുക്ക് പെട്ടെന്ന് മെമ്മറിയിലേക്ക് ലോഡ് ചെയ്യാൻ പറ്റില്ല. ഇറ്റ് മേ ഡിവൈഡ് ദ സെയിം ഫങ്ഷൻസ് ഇൻ ടു ഡിഫറെൻറ്റ് പേജസ്. അപ്പോൾ സെയിം ഫങ്ഷൻസിനെ ഡിഫറെൻറ്റ് പേജസ് ആയിട്ടായിരിക്കും ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവുക. ഒരു പ്രോസസ്സിലുള്ള സെയിം ഫങ്ഷൻസിനെ ഡിഫറെൻറ്റ് പേജസിലായിരിക്കും പേജിങ്ങിൻ്റെ കേസിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവുക. ദോസ് പേജസ് മേ ഓർ മേ നോട്ട് ബി ലോഡ് അറ്റ് ദ സെയിം ടൈം ഇൻ ടു ദ മെമ്മറി. അപ്പം മെമ്മറിയിലേക്ക് ആ പേജസ് ഒക്കെ ഒരു ഫംഗ്ഷൻ്റെ സെയിം ടൈപ്പിലുള്ള കാര്യങ്ങളൊക്കെ ഒരു സമയത്ത് ലോഡ് ചെയ്യേണ്ടതായിരിക്കും. പക്ഷെ അത് ഡിഫറെൻറ്റ് ടൈമിലായിരിക്കും അത് ലോഡ് ചെയ്തിട്ടുണ്ടാവുക. അതങ്ങനെ നടക്കുന്ന സമയത്ത് നമ്മുടെ സിസ്റ്റത്തിൻ്റെ എഫിഷ്യൻസിനെ അത് എഫക്റ്റ് ചെയ്യും, എഫിഷ്യൻസി കുറയും. അപ്പോൾ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്, മെമ്മറി മാനേജ്മെൻറ്റ് ടെക്നിക്കാണ് സെഗ്മെൻറ്റേഷൻ. ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. പേജിങ്ങിൻ്റെ ഡിസഡ്വാൻറ്റേജസ്. പേജിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം പേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. പേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് സെയിം ടൈപ്പ് ഓഫ് ഫങ്ഷൻസ് ഡിഫറെൻറ്റ് പേജസിലായിരിക്കും ഉണ്ടാവുക. പിന്നെ സെയിം ടൈപ്പ് ഓഫ് ഫങ്ഷൻസ് സെയിം ടൈമിൽ മെമ്മറിയിലേക്ക് ലോഡ് ചെയ്യണം. അത് നമുക്ക് പറ്റുന്ന വരില്ല. അപ്പോൾ സിസ്റ്റത്തിൻ്റെ എഫിഷ്യൻസിനെ അത് എഫക്റ്റ് ചെയ്യും. അപ്പോൾ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്, മെമ്മറി മാനേജ്മെൻറ്റ് ടെക്നിക്കാണ് സെഗ്മെൻറ്റേഷൻ. ദാറ്റ് ഈസ് വൈ സെഗ്മെൻറ്റേഷൻ ഈസ് റിക്വയർഡ്. നെക്സ്റ്റ് നോക്കാം. നമ്മൾ സെഗ്മെൻറ്റ് ടേബിൾ എന്താണെന്ന് ജസ്റ്റ് പറഞ്ഞിരുന്നു. സെഗ്മെൻറ്റ് ടേബിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ സെഗ്മെൻറ്റ്സിൻ്റെ ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്യുന്ന ഒരു ടേബിളിനാണ് സെഗ്മെൻറ്റ് ടേബിൾ എന്ന് പറയുക. ദ ഡീറ്റെയിൽസ് അബൌട്ട് ഈ സെഗ്മെൻറ്റ്സ് ആർ സ്റ്റോർഡ് ഇൻ എ ടേബിൾ കോൾഡ് സെഗ്മെൻറ്റ് ടേബിൾ. Segment table is stored in one or many of the segments. It maps two-dimensional logical address into one-dimensional physical address. അപ്പം സെഗ്മെൻറ്റേഷൻ്റെ കേസിൽ ഓരോ മെമ്മറി നമ്മൾ സെഗ്മെൻ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഓരോ സെഗ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ഒരു ടേബിളിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കും. ആ ടേബിളിനെ പറയുന്ന പേരാണ് സെഗ്മെൻറ്റ് ടേബിൾ. ഇനി സെഗ്മെൻറ്റ് ടേബിൾ is stored in one or
മെനി ഓഫ് ദ സെഗ്മെന്റ്. ഇപ്പോൾ സെഗ്മെന്റ് ടേബിൾ ഒന്നോ ഒന്നിൽ കൂടുതൽ അല്ലെങ്കിൽ മെനി ഓഫ് ദ സെഗ്മെന്റ്സിലായിരിക്കും, ഒന്നെങ്കിൽ ഒന്നിൽ കൂടുതൽ സെഗ്മെന്റ്സിലായിരിക്കും സെഗ്മെന്റ് ടേബിൾ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. സെഗ്മെന്റ് ടേബിൾ മാപ്സ് 2-dimensional ലോജിക്കൽ അഡ്രസ് ഇൻറ്റു 1-dimensional ഫിസിക്കൽ അഡ്രസ്. സെഗ്മെന്റ് ടേബിൾ 2-dimensional ലോജിക്കൽ അഡ്രസ്സിനെ 1-dimensional ഫിസിക്കൽ അഡ്രസ്സിലേക്ക് മാപ്പ് ചെയ്യും. അപ്പം അത്രയാണ് സെഗ്മെന്റ് ടേബിളിനെ പറ്റി പറയുന്നത്. ഇനി സെഗ്മെന്റ് ടേബിൾ ഗിവ്സ് മെയിൻലി 2 ഇൻഫർമേഷൻ അബൌട്ട് സെഗ്മെന്റ്സ്. സെഗ്മെന്റ്സിനെ പറ്റിയിട്ട് 2 ഇൻഫർമേഷൻ നമുക്ക് സെഗ്മെന്റ് ടേബിൾ തരുന്നുണ്ട്. ഒന്നാമത്തത് ബേസ്, സെക്കൻഡ് വൺ ലിമിറ്റ്. ബേസ് മീൻസ് ഇറ്റ് ഈസ് എ ബേസ് അഡ്രസ് ഓഫ് ദ സെഗ്മെന്റ്. സെഗ്മെന്റിന്റെ ബേസ് അഡ്രസ്സിനെ നമ്മൾ ബേസ് എന്ന് പറയാം. ലിമിറ്റ് എന്ന് പറഞ്ഞാൽ സെഗ്മെന്റിന്റെ ലെങ്ത് ഓഫ് ദ സെഗ്മെന്റ് ആണ് ലിമിറ്റ്. അപ്പം സെഗ്മെന്റ് ടേബിൾ എന്ന് പറഞ്ഞാൽ സെഗ്മെന്റിന്റെ ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്യുന്ന ടേബിളാണ്. അത് ഫിസിക്കൽ 2-dimensional ലോജിക്കൽ അഡ്രസ്സിനെ 1-dimensional ഫിസിക്കൽ അഡ്രസ്സായിട്ട് മാപ്പ് ചെയ്യും. പിന്നെ സെഗ്മെന്റ്സിനെ പറ്റി 2 ഇൻഫർമേഷൻ ഉണ്ട് നമുക്ക് സെഗ്മെന്റ് ടേബിളിൽ അവൈലബിൾ ആണ്. ഒന്ന് ബേസും സെക്കൻഡ് വൺ ലിമിറ്റും. ബേസ് മീൻസ് ഇറ്റ് ഈസ് ദ അഡ്രസ് ഓഫ് ദ സെഗ്മെന്റ് ആൻഡ് ദ ലിമിറ്റ് മീൻസ് ഇറ്റ് ഈസ് ദ ലെങ്ത് ഓഫ് ദ സെഗ്മെന്റ്. ഇനി നമ്മൾ പറഞ്ഞു സെഗ്മെന്റേഷൻ പേജിങ്ങിന്റെ കേസിൽ സെയിം ടൈപ്പ് ഓഫ് ഫങ്ഷൻസിനെ ഡിഫറെൻറ്റ് പേജസിലായിരിക്കും ലോഡ് ചെയ്യാന്ന് പറഞ്ഞു. ഡിവൈഡ് ചെയ്തിട്ട് വരും. ഒരു പ്രോസസ്സിനെ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് സെയിം ടൈപ്പ് ഓഫ് ഫംഗ്ഷന് ഡിഫറെൻറ്റ് പേജസിലായിരിക്കും പേജിങ്ങിൻ്റെ കേസിൽ ഡിവൈഡ് ചെയ്യുക. പക്ഷേ നമുക്ക് സെഗ്മെൻറ്റേഷൻ്റെ കേസിൽ നമുക്ക് സെയിം ടൈപ്പ് ഓഫ് ഫംഗ്ഷൻസിന് നമുക്ക് ഒരു വൺ സെഗ്മെൻ്റ് ആക്കിയിട്ട് ഇൻക്ലൂഡ് ചെയ്യാം. It is better to have segmentation which divides the process into the segment. Each segment contains same type of functions such as main function can be included in one segment and the library functions can be included in the other segment. അപ്പം സെയിം ടൈപ്പ് ഓഫ് ഫംഗ്ഷൻ, അതായത് മെയിൻ ഫംഗ്ഷനെ നമുക്ക് ഒരു സെഗ്മെൻറ്റിലും ലൈബ്രറി ഫംഗ്ഷൻസ് നമുക്ക് വേറൊരു സെഗ്മെൻറ്റിലേക്ക് നമുക്ക് ഡിവൈഡ് ചെയ്ത് വെക്കാൻ പറ്റും. അത് സെഗ്മെൻറ്റേഷൻ്റെ ഒരു അഡ്വാൻറ്റേജസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇനി നെക്സ്റ്റ് വൺ, ട്രാൻസ്ലേഷൻ ഓഫ് ലോജിക്കൽ അഡ്രസ് ഇൻറ്റു ഫിസിക്കൽ അഡ്രസ് ബൈ സെഗ്മെൻറ്റ് ടേബിൾ. സെഗ്മെൻറ്റ് ടേബിൾ വഴി നമുക്ക് ലോജിക്കൽ അഡ്രസ്സിനെ ഫിസിക്കൽ അഡ്രസ്സാക്കി മാറ്റുന്ന ഒരു ട്രാൻസ്ലേഷനാണ് നമ്മൾ പറയാൻ പോകുന്നത്. CPU generates a logical address which contains 2 parts. CPU ലോജിക്കൽ അഡ്രസ്സിന് ജനറേറ്റ് ചെയ്യും. അതിൽ 2 പാർട്സ് ഉണ്ട്. ഒന്ന് സെഗ്മെൻറ്റ് നമ്പറും സെഗ്മെൻറ്റ് ഓഫ്സെറ്റും. സെഗ്മെൻറ്റ് നമ്പർ എന്താണെന്ന് നമ്മൾ പറഞ്ഞതാണ്, സെഗ്മെൻറ്റ് ഓഫ്സെറ്റ് നമ്മൾ പറഞ്ഞതാണ്. സെഗ്മെൻറ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ദ ബീറ്റ്സ് റിക്വയർഡ് ടു റെപ്രസെൻറ്റ് സെഗ്മെൻറ്റിനെ റെപ്രസെൻ്റ് ആയി യൂസ് ചെയ്യുന്ന ബിറ്റിന് നമ്മൾ സെഗ്മെൻറ്റ് നമ്പർ എന്ന് പറയാം. ഓഫ്സെറ്റ് എന്ന് പറഞ്ഞാൽ സെഗ്മെൻറ്റിൻ്റെ സൈസിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന നമ്പർ ഓഫ് ബിറ്റ്സിനാണ് സെഗ്മെൻറ്റ് ഓഫ്സെറ്റ് എന്ന് പറയാം. അപ്പോൾ CPU ജനറേറ്റ് ചെയ്യുന്ന ലോജിക്കൽ അഡ്രസ്സിൽ 2 പാർട്സ് ഉണ്ടാവും, സെഗ്മെൻറ്റ് നമ്പറും സെഗ്മെൻറ്റ് ഓഫ്സെറ്റും. ദ സെഗ്മെൻറ്റ് നമ്പർ ഇസ് മാപ്പ് ടു ദ സെഗ്മെൻറ്റ് ടേബിൾ. സെഗ്മെൻറ്റ് നമ്പർ എപ്പോഴും സെഗ്മെൻറ്റ് ടേബിളിലേക്ക് മാപ്പ് ചെയ്തിട്ടുണ്ടാവും. ദ ലിമിറ്റ് ഓഫ് ദ റെസ്പെക്റ്റീവ് സെഗ്മെൻറ്റ് ഈസ് കമ്പയർഡ് വിത്ത് ദ ഓഫ്സെറ്റ്. അപ്പം ഈ മാപ്പ് ചെയ്തിട്ടുള്ള സെഗ്മെൻറ്റിൻ്റെ ലിമിറ്റ് ഓൾവേസ് കമ്പയർഡ് വിത്ത് ദ ഓഫ്സെറ്റുമായിട്ട് കമ്പയർ ചെയ്തിട്ടുണ്ടാവും. ഇഫ് ദ ഓഫ്സെറ്റ് ഈസ് ലെസ് ദാൻ ദ ലിമിറ്റ് ദ അഡ്രസ് ഈസ് വാലിഡ്, അതർവൈസ് ഇറ്റ് ത്രോസ് ആസ് ആൻ എറർ ആസ് ദ അഡ്രസ് ഈസ് ഇൻവാലിഡ്. അപ്പം നമ്മൾ പറഞ്ഞ സെഗ്മെൻറ്റ് ടേബിളിലേക്ക് ലോഡ് ചെയ്തിട്ടുള്ള സെഗ്മെൻറ്റ് ടേബിളിലേക്ക് മാപ്പ് ചെയ്തിട്ടുള്ള സെഗ്മെൻറ്റ് നമ്പറിൻ്റെ റെസ്പെക്റ്റീവ് ലിമിറ്റ്, അതിൻ്റെ ലിമിറ്റ് ഓഫ്സെറ്റുമായിട്ട് അതിൻ്റെ റെസ്പെക്റ്റീവ് ഓഫ്സെറ്റുമായിട്ട് കമ്പയർ ചെയ്യും. ആ ഓഫ്സെറ്റുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഓഫ്സെറ്റ് ലിമിറ്റിനെക്കാളും ലെസ്സർ ദാൻ ആണെങ്കിൽ നമ്മുടെ അഡ്രസ്സ് വാലിഡ് ആയിരിക്കും. അതർവൈസ് ഇറ്റ് വിൽ കൺസിഡർ ആസ് ഇൻവാലിഡ് ഓർ എറർ. അതിൽ അല്ലെങ്കിൽ അത് ലെസ്സർ ദാൻ ലിമിറ്റ് അല്ലെങ്കിൽ ലെസ്സർ ദാൻ ദ ഓഫ്സെറ്റ് ഇസ് ലെസ്സർ ദാൻ ദ ലിമിറ്റ് ആണെങ്കിൽ വാലിഡ് ആണ്, അല്ലെങ്കിൽ ഇൻവാലിഡ് ആണ്, അഡ്രസ് ഇൻവാലിഡ് ആണ്. In the case of valid address, the base address of the segment is added to the offset to get the physical address of the actual word in memory. അപ്പം വാലിഡ് അഡ്രസ്സിൻ്റെ കേസിൽ നമ്മുടെ ബേസ് അഡ്രസ്സ്, ഇപ്പോൾ അഡ്രസ്സ് വാലിഡ് ആണ് നമ്മൾ പറയണമെങ്കിൽ ഓഫ്സെറ്റ് ലെസ് ദാൻ ലിമിറ്റിനെക്കാളും ചെറുതായിരിക്കണം. അപ്പം ചെറുതാണെങ്കിൽ ലെസ്സർ ദാൻ ആണെങ്കിൽ അഡ്രസ്സ് വാലിഡ് ആണ്. വാലിഡ് ആവുന്ന കേസിൽ ബേസ് അഡ്രസ്സ് സെഗ്മെൻറ്റിൻ്റെ ബേസ് അഡ്രസ്സ് അതിൻ്റെ ഓഫ്സെറ്റുമായിട്ട് ആഡ് ചെയ്തിട്ട് ഫിസിക്കൽ അഡ്രസ്സ് റിട്ടേൺ ചെയ്യണം. മെയിൻ മെമ്മറിയിലുള്ള ആക്ച്വൽ വേർഡിൻ്റെ ഫിസിക്കൽ അഡ്രസ്സ് റിട്ടേൺ ചെയ്യും. അഡ്രസ്സ് വാലിഡ് ആണ് കേസിൽ. അപ്പോൾ ഇതിൻ്റെ ജസ്റ്റ് ഒരു ഡയഗ്രാം ഉണ്ട്, നമുക്ക് ഡയഗ്രാം നോക്കി ഒന്ന് കൂടുതൽ മനസ്സിലാവും. അതാ ഡയഗ്രാം. അപ്പോൾ നമ്മൾ പറഞ്ഞു CPU ജനറേറ്റ് ചെയ്യും സെഗ്മെൻറ്റ് നമ്പറും സെഗ്മെൻറ്റ് ഓഫ്സെറ്റും. അപ്പം സെഗ്മെൻറ്റ് നമ്പർ സെഗ്മെൻറ്റ് ടേബിളിലേക്ക് ലോഡ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ ഓഫ്സെറ്റ് D എന്ന് പറഞ്ഞാൽ ഓഫ്സെറ്റ് ആണ്. ഓഫ്സെറ്റ് ലിമിറ്റിനെക്കാട്ടും ലെസ്സർ ദാൻ ആണെങ്കിൽ നമ്മുടെ അഡ്രസ്സ് വാലിഡ് ആണ്. യെസ് മീൻസ് അവർ അഡ്രസ് ഈസ് വാലിഡ് ആണെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ബേസ് അഡ്രസ്സും ലിമിറ്റും കൂടെ ആഡ് ചെയ്തിട്ട്
ഫിസിക്കൽ അഡ്രസ്സ്, അതായത് നമ്മുടെ വേർഡിൻ്റെ ആക്ച്വൽ വേർഡിൻ്റെ മെയിൻ മെമ്മറിയിലുള്ള ആക്ച്വൽ വേർഡിൻ്റെ ഫിസിക്കൽ അഡ്രസ്സ് റിട്ടേൺ ചെയ്യും. ഈ ലിമിറ്റ് ലെസ് ദാൻ ഓഫ്സെറ്റ് ഈസ് ലെസ് ദാൻ ലിമിറ്റ് അല്ലെങ്കിൽ എറർ ഇറ്റ് വിൽ കൺസിഡർ ആസ് എറർ ഓർ അവർ അഡ്രസ് ഈസ് കൺസിഡർഡ് ആസ് ഇൻവാലിഡ്. ഇത്രയേ ഉള്ളൂ. സെഗ്മെൻറ്റ് ടേബിൾ ഡയഗ്രത്തിൽ നോക്കുക, സെഗ്മെൻറ്റ് ടേബിൾ ഉണ്ട്, നമ്മുടെ സെഗ്മെൻറ്റ് നമ്പർ ഒരു സെഗ്മെൻറ്റ് ടേബിളിലേക്ക് ലോഡ് ചെയ്തിട്ടുണ്ട്, മാപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഓഫ്സെറ്റ് ലിമിറ്റിനെക്കാളും ലെസ്സർ ദാൻ ആണെങ്കിൽ അഡ്രസ്സ് വാലിഡ് ആണെങ്കിൽ ബേസ് അഡ്രസ്സിനോട് ലിമിറ്റ് ആഡ് ചെയ്തിട്ട് ഫിസിക്കൽ അഡ്രസ്സ് റിട്ടേൺ ചെയ്യും. അതർവൈസ് ഇറ്റ് വിൽ കൺസിഡർ ആസ് എറർ ഓർ ഇൻവാലിഡ്. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു ഒരു പ്രോസസ്സിനെ സെഗ്മെൻ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പം സെയിം സൈസിലല്ല അതൊന്നും ഉണ്ടാവുക. അപ്പം നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുള്ള സെഗ്മെൻറ്റ്സ് ഡിഫറെൻറ്റ് സൈസിലായിരിക്കും ഉണ്ടാവുക. സെഗ്മെൻറ്റേഷൻ 2 ടൈപ്പ് ഉണ്ട്. വെർച്വൽ മെമ്മറി സെഗ്മെൻറ്റേഷൻ, സിമ്പിൾ സെഗ്മെൻറ്റേഷൻ. വെർച്വൽ മെമ്മറി സെഗ്മെൻറ്റേഷൻ means each process is divided into a number of segments, not all of which are resident at any point in time. അപ്പം വെർച്വൽ മെമ്മറി സെഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഓരോ പ്രോസസ്സും ഡിഫറെൻറ്റ് സെഗ്മെൻ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യും, നമ്പർ ഓഫ് സെഗ്മെൻ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. അതിൽ ഓരോ നോട്ട് ഓൾ ഓഫ് വിച്ച് ആർ റെസിഡൻറ്റ് അറ്റ് എനി പോയിന്റ് ഇൻ ടൈം. അതായത് ഓരോ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുള്ള ഓരോ സെഗ്മെൻറ്റും ഒരേ പോയിന്റിലേക്ക് തന്നെ റിസൈഡ് ചെയ്യണമെന്നില്ല. നമ്മൾ സെഗ്മെൻറ്റ്സ് നമ്മൾ ഒരു പ്രോസസ്സിനെ ഡിഫറെൻറ്റ് സെഗ്മെൻറ്റ്സ് ആക്കി ഡിവൈഡ് ചെയ്യുന്നു പറഞ്ഞാൽ ആ ഡിവൈഡ് ചെയ്തിട്ട് ആ സെഗ്മെൻറ്റ്സ് ഒരേ പോയിന്റിൽ തന്നെ റിസൈഡ് ചെയ്യണമെന്നില്ല. അങ്ങനെയാണെങ്കിൽ അതിന് നമുക്ക് വെർച്വൽ മെമ്മറി സെഗ്മെൻറ്റേഷൻ എന്ന് പറയും, അല്ലെങ്കിൽ സിമ്പിൾ സെഗ്മെൻറ്റേഷൻ എന്ന് പറയും. സിമ്പിൾ സെഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ each process is divided into a number of segments, all of which are loaded into memory at runtime though not necessarily contiguously. അപ്പം സിമ്പിൾ സെഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഓരോ പ്രോസസ്സും നമ്പർ ഓഫ് സെഗ്മെൻറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു പറഞ്ഞു. ഈ ഡിവൈഡ് ചെയ്ത ഈ സെഗ്മെൻറ്റ്സ് എല്ലാം മെമ്മറിയിലേക്ക് റൺ ടൈമിലാണ് ലോഡ് ചെയ്യുക. അത് കണ്ടിന്യൂസ് ആയിട്ട് ആവണമെന്നില്ല, റൺ ടൈമിലാണ് മെമ്മറിയിൽ ലോഡ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ അതിന് നമുക്ക് സിമ്പിൾ സെഗ്മെൻറ്റേഷൻ എന്ന് പറയും. ഇനി സെഗ്മെൻറ്റേഷൻ്റെ ഒരു ലോജിക്കൽ വ്യൂ ആണ്. സെഗ്മെൻറ്റേഷൻ്റെ ഒരു ജസ്റ്റ് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ലോജിക്കൽ അഡ്രസ് സ്പേസ്, ഫിസിക്കൽ അഡ്രസ് സ്പേസ് ഉണ്ട്. ഇതാണ് നമ്മുടെ സെഗ്മെൻറ്റ് ടേബിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സെഗ്മെൻറ്റ് ടേബിൾ സെഗ്മെൻറ്റ് നമ്പർ ഓരോ ഇതിലേക്ക് ഫിസിക്കൽ അഡ്രസ് സ്പേസിലേക്ക് മാപ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അഡ്രസ്സും ഇവിടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അതൊന്ന് കണ്ടാൽ നമുക്ക് മനസ്സിലാവും. നെക്സ്റ്റ് നമുക്ക് സെഗ്മെൻറ്റേഷൻ്റെ അഡ്വാൻറ്റേജസ് ആണ് പറയണത്. അഡ്വാൻറ്റേജസ് ഓഫ് സെഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ നോക്കാം. നോ ഇന്റേണൽ ഫ്രാഗ്മെൻറ്റേഷൻ. സെഗ്മെൻറ്റ് ടേബിൾ കൺസ്യൂംസ് ലെസ് സ്പേസ് ഇൻ കമ്പാരിസൺ ടു പേജ് ടേബിൾ ഇൻ പേജിംഗ്. നോ ഇന്റേണൽ ഫ്രാഗ്മെൻറ്റേഷൻ. ഇന്റേണൽ ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ പേജിങ്ങിൻ്റെ കേസിൽ നടക്കുന്ന ഒരു സംഭവമാണ്. പേജിങ്ങിൽ നമ്മൾ പറഞ്ഞ പേജസ് ഒക്കെ സെയിം ഫിക്സഡ് സൈസിലാണ് ഡിവൈഡ് ചെയ്യുക, സെയിം സൈസിലാണ് ഡിവൈഡ് ചെയ്യുക. പക്ഷേ സെഗ്മെൻറ്റേഷൻ്റെ കേസിൽ നമ്മൾ ഡിഫറെൻറ്റ് സൈസിലാണ്, വേരിയസ് സൈസിലാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുക സെഗ്മെൻറ്റ്സിന്. അപ്പോൾ അത് ഇന്റേണൽ ഫ്രാഗ്മെൻറ്റേഷൻ ഒന്നും കാരണമല്ല. ഇത് ഇന്റേണൽ ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ സെയിം സൈസിൽ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഒക്കെ അറിയുന്ന ഒരു കാര്യമാണ് ഇന്റേണൽ ഫ്രാഗ്മെൻറ്റേഷൻ. പക്ഷേ നമ്മൾ സെഗ്മെൻറ്റ്സ് ഡിഫറെൻറ്റ് സൈസിലാണ് ഡിവൈഡ് ചെയ്യുക. പിന്നെ പേജ് ടേബിളിനെക്കാട്ടും ലെസ് സ്പേസ് മതി നമ്മുടെ സെഗ്മെൻറ്റ് ടേബിളിൽ. ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ ആസ് എ പ്രോസസ് ആർ ലോഡഡ് ആൻഡ് റിമൂവ് ഫ്രം മെമ്മറി, ഫ്രീ മെമ്മറി സ്പേസ് ഇസ് ബ്രോക്കൺ ഇൻ ടു ലിറ്റിൽ പീസസ് കോസിങ് ഇന്റേണൽ ഫ്രാഗ്മെൻറ്റേഷൻ. സെഗ്മെൻറ്റേഷൻ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോസസ്സ് ലോഡ് ചെയ്യുന്ന സമയത്തും അത് റിമൂവ് ചെയ്യുന്ന സമയത്തും മെമ്മറിയിൽ ഫ്രീ സ്പേസ് ക്രിയേറ്റ് ചെയ്യും. ആ ഫ്രീ സ്പേസ് ലിറ്റിൽ സ്പേസ് ആയിട്ട് ബ്രേക്ക് ആവുന്ന സമയത്ത് അത് എക്സ്റ്റേണൽ ഫ്രാഗ്മെൻറ്റേഷൻ്റെ അതൊരു കാരണമാവും. അതാണ് സെഗ്മെൻറ്റേഷൻ്റെ ഡിസഡ്വാൻറ്റേജസ്. ഇനി സെഗ്മെൻറ്റേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് നോക്കാം. സം ക്യാരക്ടറിസ്റ്റിക്സ് ആർ ഫോളോഡ്. ദ സെഗ്മെൻറ്റേഷൻ പാർട്ടീഷനിങ് സ്കീം ഈസ് വേരിയബിൾ സൈസ് എന്ന് പറഞ്ഞ് സെഗ്മെൻറ്റേഷൻ്റെ പാർട്ടീഷനിങ് ഡിഫറെൻറ്റ് സൈസിലാണ്. പാർട്ടീഷൻസ് ഓഫ് ദ സെക്കൻഡറി മെമ്മറി ആർ കോമൺലി നോൺ ആസ് സെഗ്മെൻറ്റ്. സെക്കൻഡറി മെമ്മറി നമ്മൾ പാർട്ടീഷൻ ചെയ്യുന്ന സെക്കൻഡറി മെമ്മറിനെ നമ്മൾ കോമൺ ആയിട്ട് പറയുന്ന പേരാണ് സെഗ്മെൻറ്റ്. പാർട്ടീഷൻ സൈസ് മെയിൻലി ഡിപ്പെൻഡ് അപ്പോൺ ദ ലെങ്ത് ഓഫ് ദ മൊഡ്യൂൾ. നമ്മൾ മൊഡ്യൂളായിട്ടാണ് നമ്മൾ ഒരു പ്രോസസ്സിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് പ്രോസസ്സ് മൊഡ്യൂൾസ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. ആ മൊഡ്യൂൾസിൻ്റെ സൈസ് നോക്കിയിട്ടായിരിക്കും നമ്മൾ പാർട്ടീഷൻ ചെയ്യുക. Thus, with the help of this technique, secondary memory and the main memory are divided into unequal sized partition. അപ്പോൾ ഈ ഒരു ടെക്നിക്കിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ സെക്കൻഡറി മെമ്മറിയും മെയിൻ മെമ്മറിയും അൺഈക്വൽ സൈസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുക. ഈക്വൽ സൈസ് ആകുമ്പോൾ നമുക്ക് ഇന്റേണൽ ഫ്രാഗ്മെൻറ്റേഷൻ കാരണമാണ്. അപ്പം അൺഈക്വൽ സൈസ് ആയിട്ടാണ് നമ്മുടെ സെഗ്മെൻറ്റേഷനിൽ സെഗ്മെൻറ്റ്സ് ഒക്കെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പം അത്രയേ ഉള്ളൂ. സെഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രോസസ്സിനെ അല്ലെങ്കിൽ മെയിൻ മെമ്മറീനെ
ഡിഫറെൻറ്റ് സൈസിലുള്ള ഡിഫറെൻറ്റ് സെഗ്മെൻറ്റ്സ് ആക്കി ഡിവൈഡ് ചെയ്യും. ഓരോ സെഗ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് നമ്മളൊരു സെഗ്മെൻറ്റ് ടേബിളിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കും. ഇത്രയേ ഉള്ളൂ സെഗ്മെൻറ്റേഷൻ്റെ കേസിൽ. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കാം.